ബെല്ലറീന ഒരു ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ സിനിമ. ഈ സിനിമയിലെ മൊത്തത്തിൽ 70-80% മൊത്തം ആക്ഷനാണ്. ഇതിലത്തെ മേക്കേഴ്സ് മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുത്തിരിക്കുന്നത് ആക്ഷനെയാണ്, സ്റ്റോറിയെ അല്ല. അതായത് ഒരു ആക്ഷൻ സീക്വൻസിനെ കണക്ട് ചെയ്ത് വേറൊരു ആക്ഷൻ സീക്വൻസ്, അതിനെ കണക്ട് ചെയ്ത് മറ്റൊരു ആക്ഷൻ സീക്വൻസ്, അങ്ങനെ ആക്ഷൻ 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 മൊത്തം ആക്ഷനാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെ ഇതിലത്തെ ആക്ഷൻ സീക്വൻസുകളൊക്കെ തന്നെ ഒരു രക്ഷയില്ല, വേറെ ലെവൽ സാധനം. ജോൺ വിക്കിന്റെ അതേ സെയിം ആക്ഷൻ സ്റ്റൈൽ, അതേ സെയിം മേക്കിംഗ് സ്റ്റൈൽ, അതേ സെയിം സിഗ്നേച്ചർ സാധനം, അടിപൊളി, വേറെ ലെവൽ സാധനം. അന്ന ഡി ആർമാസ് ആണ് മെയിൻ ക്യാരക്ടറായിട്ട് ഇതിൽ വന്നിരിക്കുന്നത്. പുള്ളിക്കാരത്ത് തീയാണ് ഈ സിനിമയിൽ. അടിപൊളിയായിട്ട് ആ ഒരു ഫ്ലെക്സിബിലിറ്റിയും ആ ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോൾ ആ ഒരു ഓറയും സ്ക്രീൻ പ്രസൻസ് ഒക്കെ അടിപൊളിയായിട്ട് തന്നെ പുള്ളിക്കാരത്തി ചെയ്തിട്ടുണ്ട്. പുള്ളിക്കാരത്തിയാണ് ഈ സിനിമയിലെ നായികയെന്ന് തോന്നിയപ്പോൾ തന്നെ എനിക്ക് തോന്നി നല്ല അടിപൊളി കാസ്റ്റിംഗ് ചോയ്സ്. പുള്ളിക്കാരത്തി തകർത്തിട്ടുണ്ട്. ഈ സിനിമയിൽ ഞാൻ പറഞ്ഞല്ലേ, ഇവര് മെയിൻ ഫോക്കസ് സ്റ്റോറിയിലല്ല ആക്ഷനിലാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിലെ ഒരു മെയിൻ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിന്റെ റൈറ്റിംഗ് പാർട്ടാണ്. കാരണം ഈ ഒരു മെയിൻ ക്യാരക്ടറിനോട് തോന്നുന്ന ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ട്, അത് വല്ലാണ്ട് ഈ സിനിമ ലാക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ഒട്ടും തന്നെ ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല ഈ ഒരു മെയിൻ ക്യാരക്ടറിന് വേണ്ടി, അയാളുടെ ഇമോഷൻ ഓഡിയൻസിലോട്ട് കണക്ട് ആവാൻ, അതായത് കമ്മ്യൂണിക്കേറ്റ് ആവാനായിട്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഗുഡ് ആക്ഷൻ ഫിലിം. കാരണം ഇതിലത്തെ ആക്ഷൻ സീക്വൻസുകൾ കാണാൻ വേണ്ടി മാത്രം ഈ സിനിമ കാണാം. ബട്ട് ആ ഒരു ഇമോഷണൽ കണക്ഷൻ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ ഇപ്പൊ ഈ ലെവലാണെന്ന് നോക്കിക്കോ, ഈ ലെവൽ എത്തിയത്. ബട്ട് അത് ലാക്ക് ചെയ്യുന്നതുകൊണ്ട് ഇപ്പൊ ഒരു ആക്ഷൻ ഫിലിമിൽ ഭയങ്കര വലിയൊരു സ്റ്റോറി ലൈനോ ഭയങ്കര വലിയൊരു റൈറ്റിങ്ങോ അത് ഇതുവരെ ആരും കാണാത്ത തരത്തിലുള്ള കഥ വേണമെന്നൊന്നും ഞാൻ വാശി പിടിക്കില്ല. ബട്ട് ആ ഒരു തിൻ ലൈൻ ത്രെഡ് ആണെങ്കിൽ പോലും അത് ഇമോഷണലി കണക്ട് ആവണം. ഇപ്പൊ ജോൺ വിക്കിന്റെ ആദ്യ ഭാഗം നോക്കുകയാണെങ്കിൽ കിയാനു റീവ്സ് ആയിക്കൂടി തകർന്ന് ആയിക്കൂടി വിഷമിച്ചിരിക്കുന്നതോടു കൂടിയാണ് ആ സിനിമ തുടങ്ങുന്നത്. അപ്പൊ ആ സിനിമ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അയാളുടെ ആ ഒരു വിഷമം. അതായത് ആ സിനിമയിൽ ആദ്യം തന്നെ കുറച്ച് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ജോൺ വിക്കിന്റെ ക്യാരക്ടറിന് വേണ്ടി. അയാളുടെ ആ ഒരു ഭാര്യ മരിച്ചതിന് ശേഷമുള്ള ആ ഒരു ഡിപ്രഷനും കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആദ്യത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ നേരം. അതുകൊണ്ട് തന്നെ അതിനുശേഷം അയാളുടെ ഭാര്യ അയാൾക്ക് ഒരു പട്ടിക്കുട്ടിനെ കൊടുക്കുന്നു. അപ്പൊ അയാളുടെ മനസ്സ് വല്ലാതെ സന്തോഷിക്കുന്നു. അതിനുശേഷം ആ പട്ടിനെ കുറെ ആൾക്കാർ ചേർന്ന് കൊല്ലുമ്പോ അയാൾക്ക് തോന്നുന്ന ദേഷ്യം നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് തോന്നും ഇവന്മാരെ കൊല്ലണമെന്നുള്ളത്. ബട്ട് ഇതില് ആ ഒരു സംഭവം അങ്ങ് വർക്കായില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂർ ജോൺ വിക്കിന് ആ ഒരു ജോൺ വിക്ക് എന്ന് പറയുന്ന ക്യാരക്ടറിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് അങ്ങനെ ഒന്നും തന്നെ, അതായത് ഈ ഒരു സിനിമയിൽ ബെല്ലറീന എന്നുള്ള ക്യാരക്ടറിന് വേണ്ടി ആ ക്യാരക്ടറിന്റെ ഇമോഷൻ നമ്മളിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അത്രയും പോലും ടൈം അവർ സ്പെൻഡ് ചെയ്തിട്ടില്ല. ആദ്യത്തെ കുറച്ചു നേരം ആ ഒരു ക്യാരക്ടറിന്റെ പാസ്റ്റിലുണ്ടായ ആ ഒരു പ്രശ്നങ്ങളും ആ കുട്ടി അനുഭവിക്കുന്ന ട്രോമയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പറയാ, പെട്ടെന്ന് കഥയിലോട്ട് കിടക്കുക, ആക്ഷൻ തുടങ്ങുക, പിന്നെ ഡി. ബട്ട് സ്റ്റിൽ ഈ പടം ഒരു അടിപൊളി പടവും. കാരണം ഇതിലത്തെ ആക്ഷൻ സീക്വൻസ്, അതായത് ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കുക, നല്ല അടിപൊളി ആക്ഷനാ, അടിപൊളി മേക്കിംഗ് കാര്യങ്ങളൊക്കെ കൊണ്ട് നല്ല അടിപൊളി പടം. ബട്ട് ഈ ലെവലിൽ എത്തിയുള്ളൂ, ഈ ലെവൽ എത്തായിരുന്നു. ബട്ട് അടിപൊളി പടവും. ഇപ്പൊ ജോൺ വിക്ക് ചാപ്റ്റർ 4ന്റെ അവസാനം നമ്മൾ കണ്ട്, അതായത് ഒരു ഗണ്ണ് വെച്ചിട്ട് ഒരു പരിപാടി, ഗണ്ണിൽ നിന്ന് ഫയർ വന്നിട്ട് എക്കത്തിനെ തീർക്കണ സാധനം, അതിന്റെ ഒരു എക്സ്റ്റൻഡഡ് വെർഷൻ ഉണ്ട് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ. ഒരു രക്ഷയില്ല, വേറെ ലെവൽ സാധനം. അതുപോലെ തന്നെ ഇതിലത്തെ ആക്ഷനൊക്കെ, അതായത് ഇടിക്കൊള്ളണവനെ കാണുമ്പോൾ നമുക്ക് തോന്നും ശരിക്കും അവൻ ഇടിക്കൊള്ളണ പോലെ. ആ ഒരു സാധനം, അതായത് ആക്ഷൻ എന്നൊക്കെ വെച്ചാൽ പവർ സാധനം, അടിപൊളി സാധനം. കിയാനു റീവ്സ് ഇതിലൊരു ക്യാമിയോ റോളിൽ എത്തുന്നുണ്ട്. കൂടിപ്പോയി ഒരു 8-10 മിനിറ്റ് ഉണ്ടാവുള്ളൂ. പുള്ളി വന്ന സീനൊക്കെ കളറായിരുന്നു. പുള്ളിയുടെ അറിയാല്ല, പുള്ളിയുടെ ആ ഒരു ഓറ, സ്വാഗ്, സ്ക്രീൻ പ്രസൻസ്, സ്ക്രീൻ കത്തിച്ച് അടിപൊളിയായിരുന്നു സിനിമ. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഇമോഷണൽ കണക്ഷന്റെ കാര്യം ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ സിനിമ വേറെ ലെവലാണ്, അടിപൊളിയാണ്. നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് കണ്ടിരിക്കുക. തീർച്ചയായിട്ടും എല്ലാവരും കാണേണ്ട ഒരു അടിപൊളി ആക്ഷൻ സിനിമയാണ്. ആക്ഷൻ സിനിമ ഇഷ്ടമാണോ നിങ്ങൾക്ക്, കണ്ടോ. ജോൺ വിക്ക് ഇഷ്ടമാണോ, കണ്ടോ, അടിപൊളി. ഈ സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ആമസോൺ പ്രൈമിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ചെക്കൗട്ട് ചെയ്ത ശേഷം, കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.